മാവ് കുഴയ്ക്കാതെ പരത്താതെ ഇത്ര സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അത്രയ്ക്കും ടേസ്റ്റാണ്. വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ബേക്കറി കിട്ടുന്നേക്കാളും വളരെ ടേസ്റ്റിയായിട്ട് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനു വേണ്ടി ഇളം ചൂടുള്ള പാൽ 1 കപ്പ് ഒരു ബൗളിലേക്ക് ഒഴിക്കുക. അതിലേക്ക് 1 സ്പൂണ് ഈസ്റ്റ് ചേർക്കുക. 1 സ്പൂണ് പഞ്ചസാരയും കൂടെ ചേർക്കുക. എല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. 10 മിനിറ്റ് അടച്ചു വയ്ക്കുക. ഈസ്റ്റ് നല്ല ഈസ്റ്റ് ആയിരിക്കണേ, പഴയതാകരുത്. അതിനുശേഷം അതിലേക്ക് 1 മുട്ട പൊട്ടിച്ചൊഴിക്കുക. അതേപോലെ തന്നെ 1/2 സ്പൂണ് ഉപ്പും കൂടെ ചേർക്കുക. 2 സ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർക്കുക. എല്ലാം കൂടെ നല്ല മിക്സ് ചെയ്യുക. ഇനി 1 കപ്പ് മൈദ എടുക്കുക. അതിൽ നിന്ന് കുറേശ്ശെയായിട്ട് ഇട്ട് മിക്സ് ചെയ്യുക. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ 2-3 തവണയായിട്ട് ഇട്ട് നല്ല രീതിയിൽ ഇളക്കിയെടുക്കുക. ഇനി ഇത് ഒരു അരമണിക്കൂർ ഫെർമെൻറ്റ് ചെയ്യാൻ വയ്ക്കുക. ആ സമയം കൊണ്ട് നമുക്ക് ക്രീം തയ്യാറാക്കാം. അതിനു വേണ്ടി ബട്ടർ എടുക്കുക. വളരെ തണുപ്പോ അതേപോലെ തന്നെ തീരെ മെൽറ്റ് ആക്കുകയും ചെയ്യരുത്. ആ രീതിയിലുള്ള ബട്ടർ വേണം എടുക്കാൻ. അത് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. ഇവിടെ ഞാൻ 100 ഗ്രാം ബട്ടറാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചതും കൂടെ ചേർക്കുന്നുണ്ട്. 1 സ്പൂണ് വാനില എസൻസും കൂടെ ചേർത്തിട്ട് നല്ല യോജിപ്പിക്കുക. മധുരം നിങ്ങൾക്ക് കൂടുതൽ ആവശ്യമെങ്കിൽ 1 കപ്പ് വരെ ചേർക്കാവുന്നതാണ്. ഇനി ഇത് 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വയ്ക്കുക. ഒന്ന് സെറ്റായി കിട്ടുമേ. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിക്കുക. അരമണിക്കൂറിന് ശേഷം മാവ് നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഒരു സ്റ്റീൽ തവി എടുത്ത് എണ്ണയിൽ ഒന്ന് മുക്കി വയ്ക്കുക. അതിനുശേഷം അതിലേക്ക് കുറച്ച് മാവെടുത്ത് ഒഴിക്കുക. മീഡിയം ഫ്ലെയിമിലായിരിക്കണേ. ഇനി മാവ് ഒഴിച്ചത് അത് ഒരു സൈഡ് മൊരിഞ്ഞ് വരുമ്പോൾ തിരിച്ചിടുക. തീ വളരെ കുറച്ചായിരിക്കണം, എന്നാലേ അകഭാഗം വേവുകയുള്ളൂ. ഉണ്ടോ? നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്നും കോരാം. അതേപോലെ തന്നെ ബാക്കിയുള്ളതും ഇതേപോലെ നമുക്ക് പൊരിച്ചെടുക്കാം. ബേക്കറിയിൽ നിന്നെല്ലാം കിട്ടുന്നതിനേക്കാളും വളരെ ടേസ്റ്റാണ്. ഒരു തവണയെങ്കിലും, കാര്യം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്കിത് തയ്യാറാക്കാം. കുഞ്ഞുങ്ങൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടും. എല്ലാം ഈ രീതിയിൽ തന്നെ നമുക്ക് പൊരിച്ചെടുക്കാം. ഒരു കപ്പ് മാവിന് നമ്മളിവിടെ 8 ബന്നാണ് തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. ഒന്ന് ജസ്റ്റ് തണുത്തതിന് ശേഷം കണ്ടോ, വളരെ സോഫ്റ്റാണ്. അതിൻ്റെ നടുവിലൂടെ ഒന്ന് മുറിക്കുക. ഫുള്ളായിട്ട് മുറിച്ചെടുക്കരുതേ.
എല്ലാം ഈ രീതിയിൽ കട്ട് ചെയ്ത് വയ്ക്കുക. അകമൊക്കെ കണ്ടില്ലേ, വളരെ സോഫ്റ്റാണ്, വളരെ ടേസ്റ്റാണ്. ചുമ്മാ നമുക്ക് ക്രീം ഇല്ലാതെ തന്നെ ഇങ്ങനെ തന്നെ കഴിക്കാവുന്നതാണ്. ഇനി ക്രീം ഇതിൽ നമുക്ക് തേച്ച് കൊടുക്കാം. എല്ലാ ബന്നിൻ്റെ അകത്തും ഇതേപോലെ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഈ രീതിയിൽ എല്ലാം റെഡിയാക്കാം. അങ്ങനെ എല്ലാം ഫില്ല് ചെയ്ത് വെച്ചു. ഇനി കഴിച്ച് നോക്കാം. എന്തോ ടേസ്റ്റ്. എല്ലാവരും ഇത് ഒരു തവണയെങ്കിലും തയ്യാറാക്കി നോക്കണേ. അടുത്ത വീഡിയോയിൽ കാണാം.